പണ്ട് കാർന്നോന്മാർ പുസ്തകം വായിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറ്റിയല്ല എന്ന് പറയല്ലേ. പക്ഷേ ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ചില ബുക്സ് നമ്മുടെ അടുത്തേക്ക് വരും, ഒരു ദേവദൂതനെ പോലെ. എൻ്റെ ലൈഫിൽ ബുക്സ് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി. ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഉണ്ടെന്നാണ് ആഗ്രഹം. ഐ തിങ്ക് ഐ വിൽ ഡു ഇറ്റ്. ഐ പ്രോമിസ്. എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഈ ഇടയ്ക്കിടെ കുറച്ച് പുസ്തക വായന കൂടുതലാണ്. കാരണം എന്താ ചെയ്യുക, പുസ്തകങ്ങളൊക്കെ സ്റ്റോറി ആയിട്ട് ഇടുക, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇടുക, അതൊരു നമ്മളൊരു ബുദ്ധിജീവി കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് തരാറുണ്ട്. എനിക്കൊരു അങ്ങനെ ഒരു സന്തോഷം കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റോറീസ് ഇടുന്നത്. അപ്പോൾ ആ സ്റ്റോറീസ് ഇടാൻ തുടങ്ങിയത് ഈ കുറച്ച് കാലങ്ങളായിട്ടാണെങ്കിലും പുസ്തക വായന സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് 2023 ജൂൺ മാസത്തിലാണ്. 2023 കൺഫ്യൂഷൻ, വേദനകൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി, പാനിക് അറ്റാക്സ്, ഡിപ്രഷൻ, പിന്നെന്താ ഉള്ളത്, അങ്ങനെ ജീവിതം ഫുള്ളൊരു റിഗ്രറ്റ് മൂടി പൊക്കോണ്ടിരുന്നൊരു സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ 75 ഹാർഡ് എന്ന് പറഞ്ഞ ചലഞ്ച് കാണുന്നത്. 75 ഹാർഡിൻ്റെ 5 റൂളുകൾ, 5 റൂളാണോ 6 റൂളാണോ, എന്തോ കുറച്ച് റൂളുകളുണ്ട്. ആ റൂളുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസിൽ ഒന്നായിരുന്നു 10 പേജ് ഒരു ദിവസം വായിക്കണം എന്നുള്ളത്. എനിക്ക് 75 ഹാർഡ് തുടങ്ങിയിട്ട് ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തുടങ്ങി. അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത ദിവസത്തെ എല്ലാ പരിപാടിയും ഞാൻ ക്ലിയറായിട്ട് ചെയ്തു. ലൈക്ക് വെള്ളം, ഫുഡ്, ഡയറ്റ് കാര്യങ്ങൾ, വർക്കൗട്ട് എല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, 10 പേജ് ബുക്ക് വായിക്കൽ. 10 പേജ്, ഒരു ബുക്കിൻ്റെ 10 പേജ്, അതും നോൺ ഫിക്ഷണൽ ബുക്കായിരിക്കണം. അപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ നടത്തിക്കും, അപ്പോൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ 75 ഹാർഡ് ഫസ്റ്റ് ഡേ തന്നെ പരിപാടി ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ നമുക്ക് ബുക്ക് വായിക്കാം, ഞാൻ ബുക്സ് എങ്ങനെ വായിക്കാമെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ആ ആപ്പ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ആപ്പിൾ വാങ്ങിയതുകൊണ്ട്, ഐഫോൺ വാങ്ങിയതുകൊണ്ട് ഈ ആപ്പ് ഇതിനകത്ത് ബിൽറ്റിനായിട്ട് കിട്ടും, ദ ബുക്സ് എന്ന് പറയുന്ന ആപ്പ്. എൻ്റെ സ്വഭാവം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് പെട്ടെന്ന് പോകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഇൻട്രസ്റ്റ് പോകാൻ ചാൻസ് ഇല്ലാത്ത എന്തെങ്കിലും വായിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നോൺ ഫിക്ഷണൽ എന്ന പരിപാടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഫിക്ഷൻ സാധനം എടുത്തു. മെർക്കുറി ഐലൻഡ്, ഈ ബുക്ക് 1.5 ദിവസം കൊണ്ട് വായിച്ച് തീർത്തു. പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്നാലും എനിക്ക് ബുക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വന്നു. അതിനുശേഷം ഞാൻ വായിച്ചത് നോൺ ഫിക്ഷണലാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. എനിക്ക് വായിക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു ബുക്കാണ്. അതെനിക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടി. ആ ബുക്കാണ് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഈ ബുക്ക് ഡോക്ടർ ബി ഉമാദത്തൻ്റെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം എനിക്ക് തോന്നി ഇന്നും വരെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രൈം ത്രില്ലർ സ്റ്റോറീസിൻ്റെ ബേസിക് ഇവിടെ നിന്ന് എടുത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിലുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കൊലപാതകങ്ങളുടെ ഒരു ചുരുളഴിക്കുന്ന ഒരു പ്രോസസ്സൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് ഈ പുസ്തകം, ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ബൈ ബി ഉമാദത്തൻ. ഓക്കെ, ഡോക്ടർ ബി ഉമാദത്തൻ. ഇറ്റ്സ് എ റിയലി ഗുഡ് ബുക്ക്. ഇനിയാണ് കഥയുടെ മെയിൻ പാർട്ട്. ഈ മൂന്നാമത് വായിച്ച പുസ്തകം ഞാൻ എന്നാണ് വായിച്ച് തുടങ്ങിയത്, എന്നാണ് വായിച്ച് തീർത്തത്, എന്നാണ് എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തതായിട്ട് തോന്നിയത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മ എനിക്കുണ്ട്. 2023 ജൂൺ മാസം 19-ാം തീയതി ഉച്ചയ്ക്കൊരു 2 മണിക്ക്. കാരണം എനിക്കറിയാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഒരു റെസ്റ്റ് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് ഞാനത് വായിക്കാൻ തുടങ്ങിയത്. പിറ്റേന്ന് അതേ ടൈമിൽ ഞാനത് വായിച്ചു തീർത്തു. ആ ബുക്കിൻ്റെ പേരാണ് ദ സീക്രട്ട് ബൈ റോണ്ട ബേൺ. ഈ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ഒരിക്കലെങ്കിലും വായിച്ചവർക്കറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്നുള്ള കാര്യം. എനിക്ക് അതിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്തും കിട്ടും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
പക്ഷേ എൻ്റെ ലൈഫിൽ മാറ്റം വന്ന ഒരു കാര്യം ഇതൊന്നുമല്ല. എനിക്ക് ആഗ്രഹിച്ച കാര്യം നേടാനോ എനിക്ക് ലൈഫിലൊരു ഭയങ്കര നമുക്ക് നേടണം, കുറേ കാര്യങ്ങളൊക്കെ നേടണം എന്നുള്ളൊരു ചിന്ത വരികയോ ചെയ്തതല്ല. എൻ്റെ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നാളായിട്ടും ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ഡ്രീം ഇല്ലായിരുന്നു. എനിക്കൊരു കാറ് വേണമെന്നോ എനിക്കൊരു വീട് വേണമെന്നോ ആ വീട് എങ്ങനെ ഇരിക്കണമെന്നോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സീരിയസ്ലി ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും എൻ്റെ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡ്രീംസ് എന്ന് പറയുന്നത് അത്രയും വെരി ഫ്രജൈലായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നൊരു ജീവിതമല്ല എല്ലാവരും ജീവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. നമ്മൾ ലൈഫിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് ആ ബുക്കാണ്. എനിക്ക് വേറെ എനിക്കതിൽ മാനിഫെസ്റ്റേഷൻ, യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നമുക്ക് ഗോളിലൊരു സ്പെസിഫിക്കേഷൻ ഇല്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് വേണം, ഭാവിയിൽ എന്ത് വേണം, എവിടെ എത്തിച്ചേരണം, ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണം, അതൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ആഗ്രഹങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളിലും ഫെയിൽ ആവുന്നുണ്ട്. എൻ്റെ പല ഗോൾസും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതിനൊരു ഒരു തുടർച്ചയില്ലാതാവുക, അല്ലെങ്കിൽ അത് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലായത്, എനിക്ക് ശരിക്കും ഒരു ബോധോദയം വന്നു എന്ന് വേണമെങ്കിൽ പറയാം, അത് ഈ ബുക്കിലൂടെയാണ്. പിന്നീട് അങ്ങോട്ട് 2023 ജൂൺ മാസത്തിൻ്റെ അവസാനം തൊട്ട് 2024 ഡിസംബർ 31 വരെ ഞാൻ വായിച്ചു തീർത്ത ബുക്കുകളുടെ എണ്ണം 127. ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു ഇൻഫർമേഷൻ, ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ട് എന്നെ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നൊരു തോന്നിയാൽ ഡെഫിനറ്റ്ലി അതെൻ്റെ വിജയമാണ്. സോ ഐ എം റിയലി ഹാപ്പി ടു ഷെയർ ദിസ് വിത്ത് യു ഗൈസ്. ആൻഡ് ഈ ബുക്ക് വായന എന്ന് പറയുന്നത്, പുസ്തക വായന എന്ന് പറയുന്നത് ഒരുപാട് ഹാബിറ്റുകൾ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. അത് കുറച്ച് 1-2 ഹാബിറ്റ്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. 75 ഹാർഡിൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ കംപ്ലീറ്റ് ഇന്ന് വരെ ഞാൻ നിർത്താതെ എന്തെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ പോലും പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുന്ന, സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് 10 പേജസ് ഒരു ദിവസം വായിക്കുക എന്ന് പറയുന്നത്. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് ഞാൻ വായിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കും. അത് ഇപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ്. കാരണം എനിക്ക് അത്രയധികം ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, പുതിയ ബുക്കുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ പറയുന്നത് നോൺ ഫിക്ഷണൽ ബുക്സിൻ്റെ കാര്യമാണ്. ഫിക്ഷണൽ ബുക്സ് ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടേ ഇല്ല. ഫിക്ഷണൽ ബുക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്കൊരു ദിവസം വായിച്ച് തീർക്കാനുള്ളതൊക്കെ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് നോൺ ഫിക്ഷണൽ ബുക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 10 പേജ് ഒരു ദിവസം, ഒരു ബുക്കിൻ്റെ 10 പേജ് വായിക്കുക, അതൊരു ബെറ്റർ ഹാബിറ്റാണ്. സെക്കൻഡ് വൺ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇടുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു തിങ് എന്ന് പറയുന്നത്, എനിക്ക് ചില കാര്യങ്ങൾ എന്നെ റിമെമ്പർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു, അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു ഗോളാണത്. സോ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. എൻ്റെ ലൈഫിൽ അതൊരു വിന്നാണ്. ആ വിൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനത്തെ ചില സ്റ്റോറീസ് ഇടുന്നത്. അല്ലെങ്കിൽ അത് തുടങ്ങിയ ദിവസം, ഞാൻ ഇന്ന ബുക്ക് വായിക്കാൻ തുടങ്ങി എന്ന ദിവസം, അതൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ഇടുന്നത്. അതെൻ്റെ ഹൈലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ അതിനകത്തേ ഉള്ളൂ. ഇനി മുതൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ അതിപ്പോൾ എനിക്ക് തരുന്നുണ്ട്. സോ അതും എൻ്റെ ഒരു രണ്ടാമത്തെ ഹാബിറ്റാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ബുക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസസും കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ വായിക്കുന്ന ബുക്സ് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഹൈലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ബുക്കുകളൊക്കെ വരുന്നതിൽ എൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് എവിടെയെങ്കിലും പോയിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് വാങ്ങാം. നല്ല ബുക്കുകളൊക്കെ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും.
ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും നേരത്തെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ദിവസവും തന്നെ ഇങ്ങനത്തെ കുറേ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും എന്താ പറയുക, പുസ്തകങ്ങളുടെ ലോകത്തിലേക്കൊരു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ ബൈ ഗായ്സ്. സോ അങ്ങനെയല്ല, അതൊരു നല്ല എൻഡിങ് അല്ല. വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കത്തിൻ്റെ ഒരു കൈയേ ഉള്ളൂ, മറ്റേ കൈയും കൂടി അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വണക്കം.